ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കുഞ്ഞ് നിർത്താതെ വീണ്ടും അങ്ങ് കരച്ചിലാണ് അർജുൻ്റെ കയ്യിൽ നിന്നും. അന്നേരം പ്രീതി അങ്ങ് വാങ്ങിക്കുന്നുണ്ട് കുഞ്ഞിനെ. അതിനുശേഷം അർജുൻ പറയുകയാണ്, എൻ്റെ ഫ്രണ്ട് ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, അവനെ ഒന്ന് വിളിച്ച് നോക്കാം, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വയറുവേദന എന്തെങ്കിലും ആയിരിക്കും, നമ്മളെ കരഞ്ഞല്ലാതെ ഒന്നും അറിയിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, നീ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ചെല്ലെന്ന് പറയുകയാണ്. തുടർന്ന് പ്രീതിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ പാറക്കുട്ടിയാണെങ്കിൽ പ്രീതിയുടെ മാല ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം അയ്യോ അമ്മയുടെ മാലയാണ്, പൊട്ടിപ്പോവും, സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രീതി താഴേക്ക് ഇറങ്ങുന്നത്. അന്നേരം ഇത് സുസ്മിത റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് അർജുനും റൂമിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് അങ്ങ് വെളിയിലോട്ട് ഇറങ്ങും, ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയമാണ് സുസ്മിത ഓർക്കുന്നത് പ്രീതിയുടെ സ്വർണ്ണം അന്നൊരിക്കൽ കവറിലെടുത്ത് ശാരദാമ്മയുടെ ബാഗിൽ വെച്ചതും പിന്നീട് ചരടുകെട്ടിന് കുഞ്ഞിന് കിട്ടിയ സ്വർണ്ണങ്ങളും അന്ന് വസുമതി കൊണ്ടിട്ട് ആ വലിയ മാലയും ഒക്കെ ഓർക്കുകയാണ്. അതെല്ലാം കൂടി ആകുമ്പോൾ 25 ലക്ഷത്തിന് മീതെ വരും എന്ന് ആലോചിച്ച് സുസ്മിത എന്തോ പ്ലാൻ, സ്വർണം മോഷ്ടിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. അതനുസരിച്ച് സുസ്മിത അങ്ങ് തിരികെ റൂമിലേക്ക് തന്നെ കയറി പോവുകയാണ്. ഇതേസമയം വിഷ്ണുവിൻ്റെ വണ്ടിയുടെ ചെക്കിങ് തുടരുകയാണ്. ചന്ദ്രബോസ് പേപ്പറൊക്കെ പരിശോധിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് വണ്ടിയിൽ ചാരി നിൽക്കുന്നുണ്ട്. വിഷ്ണു ചന്ദ്രബോസിൻ്റെയും ബാക്കി പോലീസുകാരുടെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, പേപ്പർ ഇങ്ങനെ നോക്കുന്നത് വരെ ആ ആപ്പ് എടുത്ത് ചെക്ക് ചെയ്താൽ പോരെ, എല്ലാ രേഖകളും കറക്റ്റ് ആണല്ലോ എന്ന്. അന്നേരം ആപ്പും കോപ്പൊന്നും വേണ്ട, എനിക്ക് കടലാസായിട്ട് മതി എന്ന് ചന്ദ്രബോസ് ഇങ്ങനെ പറയുകയാണ്. വിഷ്ണുവിനെ വെറുതെ നിർത്തി മുഷിപ്പിക്കാൻ തന്നെയാണ് ചന്ദ്രബോസിൻ്റെ ആ ഒരു തീരുമാനം. തുടർന്ന് ഓ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം നിയമം ഈ സാറിന് ബാധകമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വരികയാണ്. അന്നേരം അതെന്താ മാഡത്തിന് അങ്ങനെ ഒരു തോന്നലെന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത് വണ്ടി ഇങ്ങനെ തടഞ്ഞു നിർത്തി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് പരിശോധിക്കരുത് എന്നൊരു നിയമമുണ്ട്. പിന്നെ പറയുന്ന രീതി, സംസ്കാരം, സംസാരം ഇതെല്ലാം നേരെയായിരിക്കണം. റോഡ് ടാക്സ് അടക്കം എല്ലാ നികുതികളും അടച്ച് വണ്ടി വഴിയിൽ പിന്നെ റോഡിൽ ഇറക്കുന്ന സാധാരണക്കാർ കള്ളന്മാരൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രബോസ് പറയുകയാണ്, സിവിൽ സർവീസിൻ്റെ എക്സാം അങ്ങോട്ട് എഴുതിയിട്ടല്ലേ ഉള്ളൂ, കളക്ടർ ആയിട്ടില്ലല്ലോ. അന്നേരം അത് സാറ് ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട, അത് ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലേ, സാർ ഇവിടുത്തെ കാര്യം പറയുകയാണ്. അന്നേരം ഒരു മിനിസ്റ്റർ കയ്യിലുള്ളതിൻ്റെ അഹങ്കാരമാണോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ, സാറ് വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മാത്രമല്ലേ, സാർ ഇവിടുത്തെ കാര്യം നോക്ക് എന്ന് പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, മിനിസ്റ്ററൊക്കെ മന്ത്രിമാരൊക്കെ വരും പോകും, എപ്പോഴും അവരിങ്ങനെ തന്നെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനി അങ്ങ് പിന്നെ പുച്ഛിച്ച് തന്നെ നിൽക്കുകയാണ് ചന്ദ്രബോസിനെ. നിയമത്തിൻ്റെ വശങ്ങളൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ വഴി നമ്മൾക്ക് പിന്നാലെ വന്നവരെ വരെ ചെക്ക് ചെയ്ത് പറഞ്ഞു വിട്ടു, ഈ വഴിയാണെങ്കിൽ ഒരു സൈക്കിള് പോലും വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ ഇവിടെ നിർത്തി മുഷിപ്പിക്കാനല്ലേ സാറിൻ്റെ തീരുമാനം, പിന്നെ സാധാരണക്കാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് എക്സാം എഴുതിയതല്ലേ ഉള്ളൂ, കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നേരെ ഇറങ്ങി അങ്ങ് കളക്ടറായിട്ട് പോവില്ലല്ലോ, അതിനിടയ്ക്ക് പോലീസ് വെരിഫിക്കേഷനും ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരള പോലീസിൻ്റെ മൊത്തം മേധാവി സാറല്ലല്ലോ എന്നിങ്ങനെ കളിയാക്കി തന്നെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതൊന്നും ചന്ദ്രബോസിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഈ സമയത്താണ് പിന്നെ ചന്ദ്രബോസിനെ സുസ്മിത ഫോൺ ചെയ്യുന്നത്. സുസ്മിത എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിനെ ശാലിനിയൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു പരുങ്ങൽ വിഷ്ണു ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം സുസ്മിത ചോദിക്കുകയാണ്, ആ ചിറ്റപ്പ 25 ലക്ഷത്തിന് പകരം അത്രയും വിലയുള്ള സ്വർണ്ണം മതിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്വർണ്ണമോ എന്നിങ്ങനെ പെട്ടെന്ന് എടുത്ത വായിൽ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അത് വിഷ്ണുവും ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്നാണ് ചന്ദ്രബോസിന് അവരവിടെ നിൽക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാകുന്നത്. എന്നിട്ട് ചന്ദ്രബോസ് പതിയെ പറയുന്നുണ്ട്, സ്വർണ്ണമായാലും മതി, അത് ഞാൻ ക്യാഷാക്കി മാറ്റിക്കൊള്ളാമെന്ന്. ഇതിനിടയ്ക്ക് ആ ഫോൺ വരുന്നതിന് മുന്നേ രേഖകളെല്ലാം ക്ലിയർ, ശാലിനി ആ നിയമത്തിൻ്റെ വശങ്ങളൊക്കെ പറയുമ്പോൾ ഇനി ഒന്നും ഇല്ല എന്ന്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചന്ദ്രബോസിന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് രേഖകളെല്ലാം ക്ലിയർ തന്നെ, ഇതിലൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഈ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സുസ്മിത ഫോൺ ചെയ്യുന്നത്. തുടർന്ന് ക്യാഷാക്കി മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട്, നീ ഒന്ന് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വിഷ്ണുവിനോട് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുകയാണ്. അന്നേരം വിഷ്ണു ചന്ദ്രബോസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട്, അപ്പോൾ മോഡിഫിക്കേഷൻ്റെ കാര്യം പറയേണ്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ കൂടുതലൊന്നും പറയണ്ട, വണ്ടി എടുത്തുകൊണ്ട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ആ രേഖകളൊക്കെ തിരിച്ച് വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ തിരിച്ച് വാങ്ങിയിട്ട് വിഷ്ണുവും ശാലിനിയും വണ്ടി ജീപ്പിലേക്ക് കയറി പോകാൻ തുടങ്ങിയാണ്. പക്ഷേ ജീപ്പിലേക്ക് കയറാൻ നേരവും വിഷ്ണു ഇങ്ങനെ സംശയത്തോടു കൂടി ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. തുടർന്ന് അവർ പോയ ശേഷം ഹോൾഡ് ചെയ്ത ഫോൺ വീണ്ടും ചന്ദ്രബോസ് അറ്റൻഡ് ചെയ്യുകയാണ്. അതിന് നീ പറയ്, നിനക്ക് 25 ലക്ഷത്തിനുള്ള ആഭരണങ്ങൾ എവിടെ നിന്നാണ്, ഇത്രയും സ്വർണ്ണമൊന്നും നീ ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചിറ്റപ്പൻ അതൊന്നും അറിയണ്ട, ഞാൻ അത്രയും വിലക്കുള്ള സ്വർണ്ണം തന്നാൽ പോരെ, ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചോളാം എന്ന് പറഞ്ഞ്, വേറൊന്നും അറിയണ്ടെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് സുസ്മിത പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. അന്നേരം ചന്ദ്രബോസ് ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് ഇത്രയും സ്വർണ്ണം എവിടെ നിന്നാണ്, ഇനി ഏതെങ്കിലും ഏടാകൂടത്തിൽ പോയി ചാടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ചന്ദ്രബോസ് ചിന്തിക്കുന്നുണ്ട്.
ഇതേസമയം വിഷ്ണു ആണെങ്കിൽ നേരത്തെ ചന്ദ്രബോസ് ഫോൺ ചെയ്തപ്പോൾ ചന്ദ്രബോസിന് സുസ്മിത ഫോൺ ചെയ്തപ്പോൾ സുസ്മിത എന്നാ അതിൽ എഴുതി കാണിക്കുന്നത് വിഷ്ണു കണ്ടിരുന്നു. വിഷ്ണു ശാലിനിയോട് പക്ഷെ പറഞ്ഞില്ല. വണ്ടി ഓടിച്ചു പോകുമ്പോൾ വിഷ്ണു ചിന്തിക്കുകയാണ്, ഈ സുസ്മിതയും ചന്ദ്രബോസും തമ്മിൽ സ്വർണ്ണത്തിന്റെ ഏർപ്പാട് എന്തുവാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയും ചിന്തിക്കുകയാണ്, അല്ല വിഷ്ണു ഏട്ടാ, ഈ ചന്ദ്രബോസ് എന്തിനാ നമ്മളെ പെട്ടെന്ന് വിട്ടത്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആരും കാണാതെ ആ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ കരച്ചിലാണ്. സത്യഭാമയും പ്രീതിയും ഒക്കെ മാറി മാറി എടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പൊന്നിയും രമണൻ പിള്ളയും ഒക്കെ ഉണ്ട്, രാഘവൻ നായരും ഒക്കെ ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് അർജുൻ. തുടർന്ന് സുസ്മിതയാണെങ്കിൽ പ്രീതിയുടെ റൂമിനകത്തേക്ക് കയറി പെട്ടെന്ന് കഥ അടയ്ക്കുകയാണ്. എന്നിട്ട് ഷെൽഫ് തുറന്ന് ആഭരണത്തിൻ്റെ ബോക്സ് എല്ലാം കട്ടിലേക്ക് എടുത്തു വെച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ബോക്സിലും സ്വർണ്ണമുണ്ട്. അപ്പോൾ 25 ലക്ഷത്തിന് മീതെ വരും. അപ്പോൾ ഇത് കൊണ്ടുപോകാനായിട്ടൊരു കവർ വേണമല്ലോ എന്നും പറഞ്ഞ് ഷെൽഫിൽ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഉടുപ്പിട്ട് വെച്ച് ഒരു കവർ കിട്ടുകയാണ്. തുടർന്ന് താങ്ക്സ് പ്രീതി, എടുത്തു വെച്ചത് പോലെയുണ്ട് എന്ന് പറഞ്ഞ് ആ കവറിലെ ഉടുപ്പങ്ങ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് സ്വർണ്ണങ്ങളോ മാലകളും വളകളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടുകയാണ്. അതിനുശേഷം ഈ ബോക്സ് എല്ലാം കൂടി അടുക്കി തിരികെ അൽമാരിയിലേക്ക് വെക്കാൻ നേരം ആ ബോക്സിൽ നിന്നും ഒരെണ്ണം താഴെ വീഴുകയാണ്. ആ ശബ്ദം പുറത്ത് ബാൽക്കണിയിൽ നിൽക്കുന്ന ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുൻ കേൾക്കുകയാണ്. പെട്ടെന്ന് സുസ്മിതയും ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. എന്തോ ശബ്ദം കേട്ടല്ലോ എന്നും പറഞ്ഞ് അർജുൻ ആ ഫോൺ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് റൂമിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുസ്മിത ബോക്സ് എല്ലാം പറക്കി അങ്ങ് ഷെൽഫിലേക്ക് വച്ചിട്ട് ആ കവറിലിട്ട് വെച്ച ആ ആഭരണവും എടുത്തുകൊണ്ട് കട്ടിലിൻ്റെ പിറകിലേക്ക് അങ്ങ് താഴയിൽ അങ്ങ് ഒളിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അർജുൻ വന്ന് നോക്കുമ്പോൾ ആ റൂമിൽ ആരെയും കാണുന്നില്ല. പക്ഷെ ഷെൽഫ് തുറന്നു കിടക്കുന്ന കാണുകയാണ്. പ്രീതിയും കുഞ്ഞും താഴേക്ക് പോയില്ല, ഇതൊക്കെ തുറന്നിട്ടിട്ടാണ് പോകുന്നത്, ഒരു ശ്രദ്ധയും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് അടച്ചു വെച്ചിട്ട് അർജുനെ ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷേ കട്ടിലിൻ്റെ കാൽക്കൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന സുസ്മിതയെ കാണുന്നില്ല. സുസ്മിത പേടിച്ചാണ് അങ്ങനെ മറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അർജുൻ അങ്ങ് വാതിലടച്ച് പോകുന്നുണ്ട്. അന്നേരം സുസ്മിത പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ്, എൻ്റെ നല്ല ജീവനങ്ങ് പോയി, ഇതിനൊക്കെ എന്തെൻ്റെ കേടാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് സുസ്മിത കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അർജുൻ പോയ തക്കം നോക്കി. ഇതേ സമയം താഴെ ഹാളിലാണെങ്കിൽ കുഞ്ഞ് നിർത്താതെ നിലവൊക്കെ അങ്ങ് കരയുമ്പോൾ ഈ ഡോക്ടർ എന്താ വരാത്തതെന്ന് പറഞ്ഞ് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുനേട്ടൻ വിളിച്ചിട്ടുണ്ടെന്ന് പ്രീതി പറയുന്നുണ്ട്. പക്ഷെ പ്രീതിക്ക് ആകെ വിഷമമാണ് കുഞ്ഞിങ്ങനെ കരയുന്നതിൽ. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, ഇത് വെറും കരച്ചിലല്ല, കുഞ്ഞ് വളർന്ന സാഹചര്യമല്ലല്ലോ ഇപ്പോൾ, പെറ്റമ്മയുടെ ചൂടിനേക്കാളും പോറ്റമ്മയുടെ ചൂടല്ലേ അത് അറിഞ്ഞ് വളർന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ആദ്യം ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ മയത്തിൽ ഒരു സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ഭാമ പറയുന്നുണ്ട്, ഞാൻ എന്താണ് വേണ്ടത്, ഇതിൽ കൂടുതൽ സത്യഭാമയ്ക്ക് താഴാൻ പറ്റുന്നതിൻ്റെ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇനി ഞാൻ എന്താ എൻ്റെ മകൻ്റെ കാല് പോയി പിടിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഭാമ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം രാഘവൻ നായർക്ക് വിഷമം വരികയാണ്. കുഞ്ഞിനെ ഇങ്ങനെ താന്നും പറഞ്ഞ് രാഘവൻ നായർ ചോദിക്കുമ്പോൾ രാഘവൻ നായരുടെ മടിയിലേക്ക് കുഞ്ഞിനെ വച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ് ഭാമ. പക്ഷെ പെട്ടെന്ന് 2 കൈകൾ വന്ന് കുഞ്ഞിനെയും എടുക്കുകയാണ്. അത് ശാലിനിയായിരുന്നു. ശാലിനിയും കുഞ്ഞിനെ എടുത്തങ്ങ് ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അമ്മയുടെ മുത്തെന്തിനാ കരയുന്നത്, അമ്മയില്ലേ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിച്ച് ഉമ്മ വയ്ക്കുകയും ഇങ്ങനെ താരാട്ട് പാടുകയും ഒക്കെ ചെയ്യുകയാണ്. അത് കാണുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി ആ ഒരു കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനി ഹോസ്പിറ്റലിലേക്ക് എങ്ങും പോകണ്ട, ഔഷധം എത്തിക്കഴിഞ്ഞു. സ്നേഹം വന്ന ഔഷധം എന്ന് പറയുമ്പോൾ ഭാമയും പ്രീതിയും ഒക്കെ ആ കുഞ്ഞിൻ്റെയും ശാലിനിയുടെയും സ്നേഹം കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം സുസ്മിതയാണെങ്കിൽ പ്രീതിയുടെ റൂമിൽ നിന്നും താഴോട്ടിറങ്ങി ആ ലാൻഡിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ്. ഇവളെത്തിയോ, ഇവളെന്തിനാ ഇവിടെ വന്നതെന്നും പറഞ്ഞ് സുസ്മിത താഴേക്ക് ഇറങ്ങാനായിട്ടാണ് വന്നത്. പക്ഷേ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശാലിനി എല്ലാവരുടെ ഹാളിൽ തന്നെയുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ ബാൽക്കണിയിലെ ആ മുകളിലത്തെ സ്റ്റെയർ കൂടി ഇറങ്ങാമെന്നും പറഞ്ഞ് ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ അർജുനോടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും പറഞ്ഞ് അർജുൻ ഫോണിൽ സംസാരിക്കുകയാണ്. അന്നേരം സുസ്മിത വീണ്ടും തിരിച്ച് ആ ലാൻഡിങ്ങിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഏതിലേ പോവും, ഇത് പുറത്തെത്തിച്ചേ മതിയാകുള്ളൂ, ഇതിന് റൂമിൽ കൊണ്ടുവച്ചാലോ. പക്ഷേ റൂമിൽ കൊണ്ടുവച്ചാൽ അർജുനും പ്രീതിയും പുറത്തേക്ക് എങ്ങാനും ഇറങ്ങുമ്പോൾ സ്വർണം തിരക്കും. അപ്പോൾ ഒരു മുട്ടുകമ്മൽ പോലും കാണാനില്ല എന്ന് മനസ്സിലാകുമ്പോൾ പോലീസിനെ അറിയിക്കും. പിന്നെ തെരച്ചിൽ തുടങ്ങും. പിന്നെ എൻ്റെ റൂമിൽ നിന്നും കണ്ടെത്തും. ജയിലിൽ തന്നെ പോയി കിടക്കേണ്ടി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കഷ്ടകാലം വന്ന് നിൽക്കുകയാണല്ലോ. പിന്നെ മുട്ടയടിച്ചവൻ എന്തൊരു കല്ലുമഴ പെയ്യുന്നത് പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ചിന്തിച്ചങ്ങ് നിൽക്കുകയാണ്, എന്ത് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിൽ. അന്നേരം അർജുൻ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അയ്യോ, ഇവൻ ഇങ്ങോട്ട് വരികയാണല്ലോ, എന്ത് ചെയ്യും, ഇത് റിസ്ക് എടുത്ത് എന്തായാലും ഇത് പുറത്തെത്തിച്ചേ മതിയാവും, അത് തന്നെ വഴി എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ഈ കവറെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് സ്റ്റെയറിൽ കൂടി ഇരുന്നിരുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് ഹാളിൽ നിൽക്കുന്ന ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ ഇഴഞ്ഞിറങ്ങുന്നത് പോലെ പതി ഓരോ സ്റ്റെപ്പിൽ ഇരുന്നിരുന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് സുസ്മിത നന്നായിട്ട് വിയർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പാമ്പിനെയൊക്കെ സമ്മതിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ഇഴയുന്നത്, എന്തായാലും താഴേക്ക് എത്തിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഓരോ സ്റ്റെപ്പും ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്.
തുടർന്ന് സുസ്മിതയാണെങ്കിൽ പതിയെ പതിയെ അങ്ങ് താഴോട്ടിറങ്ങുകയാണ്. അവിടെ ഹാളിലിരുന്ന് സംസാരിക്കുന്ന രാഘവൻ നായരോ സത്യഭാമയോ ആരും ആ സ്റ്റെയറിലേക്ക് നോക്കുന്നില്ല. എല്ലാവരും ശാലിനിയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇവർ നേരത്തെ വിളിച്ചു വരുത്തേണ്ടതായിരുന്നു അല്ലേ ഭാമയെന്നൊക്കെ പറയുമ്പോൾ ഭാമ തിരിച്ചങ്ങ് സമ്മതിക്കുകയാണ്. തുടർന്ന് മോളെ നിങ്ങൾ ഇനി ഇവിടെ തന്നെ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ എന്നോടൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല, രാവിലെ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ, അത്ര എനിക്ക് അറിയൂ എന്ന് പറയുകയാണ്. അതേസമയം സുസ്മിതയാണെങ്കിൽ അങ്ങ് സ്റ്റെയറിൽ നിന്നും താഴെ ഇറങ്ങി അങ്ങ് സിറ്റ് ഔട്ടിലേക്ക് എത്തുന്നുണ്ട്. രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് എത്തിയ ശേഷവും ഇല്ല ഇരുന്നിരുന്ന് നിരങ്ങി തന്നെയാണ് സുസ്മിത വരുന്നത്, എഴുന്നേറ്റിട്ടില്ല. പക്ഷേ അങ്ങ് സിറ്റ് ഔട്ടിൽ എത്തുമ്പോൾ വെളിയിൽ പിള്ളയും വിഷ്ണുവും കൂടി നിൽക്കുകയാണ്. ഇതുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് സുസ്മിത അവിടെ തന്നെ ആ സോപാനത്തിന്റെ താഴെയായിട്ട് തന്നെ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. അതേസമയം വിഷ്ണുവിനോട് പിള്ള സംസാരിക്കുകയാണ്, മോനും അമ്മയും തമ്മിൽ നല്ല ആഴത്തിലുള്ള സ്നേഹമാണുള്ളത്, ഇതുവരെ ഇങ്ങനെ ഒരു അമ്മയുടെയും മകന്റെയും സ്നേഹം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിള്ളച്ചേട്ടാന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്നും പിന്നെ പിള്ള പറയുന്നുണ്ട്, അന്ന് വിഷ്ണുമോനെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ ആൻ്റപ്പനോയി വഴക്കിട്ട് സത്യാമ്മയ്ക്ക് ആധാരം തിരിച്ചു കൊണ്ട് കൊടുത്തത്? അതേപോലെ അമ്മയ്ക്ക് സ്നേഹമുണ്ട്. വിഷ്ണുമോനെ പോലീസ് പിടിച്ചു എന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്കൊരു പുച്ഛമൊക്കെ തോന്നി. പക്ഷേ ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്നല്ലേ മോനെ ഇറക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് മോനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? മോൻ മനസ്സ് നിറഞ്ഞ് ഒന്ന് മുമ്പിൽ ചെന്ന് അമ്മയെന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി പഴയതുപോലെ ഒത്തൊരുമയോടെ ഇവിടെ കഴിയാം. ഏഷണയും കുശുമ്പും കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ടാക്കിയത് ആ സുസ്മിതയാണ്. അവൾക്ക് ഇവിടെ ഒരു നായ്ക്കുട്ടിയുടെ വില പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇയാളത്തെ എന്ത് തേങ്ങയാണ് പറയുന്നത്, ഈ പരട്ടക്കിളവന്റെ തല ഞാൻ ബുത്സയാക്കും എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുസ്മിതയുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നത്. ചന്ദ്രബോസാണ് വിളിക്കുന്നത്. പെട്ടെന്ന് ആ ഫോണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ പിള്ള ഇങ്ങനെ ചുറ്റും ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നായി ബെല്ല് കേൾക്കുന്നതെന്ന്. പെട്ടെന്ന് സുസ്മിത ഫോണൊക്കെ അങ്ങ് എടുത്ത് അങ്ങ് സൈലന്റ് ആക്കുമ്പോഴത്തേക്കും കുറേ നേരം ബെല്ലടിച്ചു. വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ പിള്ളയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ അകത്തെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്കും സുസ്മിത ഫോൺ അങ്ങ് സൈലന്റ് ആക്കി പോക്കറ്റിൽ ഇടുന്നുണ്ട്. പിള്ള ഇങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ സുസ്മിത കണ്ടു എന്നും പറഞ്ഞതിന് മുഖം ഇങ്ങനെ സോപാനത്തിലേക്ക് മറച്ചങ്ങ് തറയിലിരിക്കുകയാണ്. പക്ഷെ പിള്ള കണ്ടു കഴിഞ്ഞിരുന്നു. പിള്ള ഇങ്ങനെ സുസ്മിത ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന കാണുകയാണ്. മോനെ വിഷ്ണു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുമ്പോൾ സുസ്മിത ആകെ പേടിച്ചങ്ങ് വിയർത്ത് കുളിച്ച് ഇരിക്കുകയാണ്. തന്നെ ചെയ്യുന്നുണ്ട്, എഴുന്നേൽക്കുന്നില്ല. തുടർന്ന് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കവർ ഇങ്ങനെ ഇറുക്കി പിടിച്ച് തറയിലിരിക്കുന്ന സുസ്മിതയാണ് കാണുന്നത്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുമ്പിൽ കള്ളിയായിട്ട് അങ്ങനെ സുസ്മിത നിൽക്കുകയാണ്. ആ കവർ സുസ്മിതയും അങ്ങനെ ഇരിക്കുന്ന സുസ്മിതയും വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി എന്തായാലും ആ കവർ പരിശോധിക്കുമ്പോൾ ആ സ്വർണം കാണുകയും ചന്ദ്രബോസ് നേരത്തെ ഫോൺ വിളിച്ചതും എല്ലാം കൂടി ആകുമ്പോൾ സുസ്മിത പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ആരുടെ കയ്യിൽ നിന്നൊക്കെ സുസ്മിത ഇനി അടി വാങ്ങും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക്